വ്യാഴാഴ്ച ആരംഭിക്കുന്ന ദുലീപ് ട്രോഫി ടൂർണമെന്റിൽ യുവതാരം ഇഷാൻ കിഷൻ കളിക്കുന്ന കാര്യം സംശയത്തിൽ. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീം ഡിയുടെ ഭാഗമായി ഇഷാൻ കിഷൻ എന്തുകൊണ്ടാണ് ദുലീപ് ട്രോഫിയിൽ നിന്ന് പിന്മാറുന്നതെന്ന് വ്യക്തമല്ല. ഇഷാൻ കിഷന് ബുച്ചി ബാബു മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു. ഇഷാൻ കിഷൻ പിന്മാറിയാൽ പകരം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസനെ ദുലീപ് ട്രോഫിക്കുള്ള ടീം ഡിയിൽ എടുക്കുമെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. ദുലീപ് ട്രോഫിക്കായി ആദ്യം പ്രഖ്യാപിച്ച 4 ടീമുകളിലും സഞ്ജു ഉണ്ടായിരുന്നില്ല. അതേസമയം ഇഷാൻ കിഷൻ ദുലീപ് ട്രോഫിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ തിരഞ്ഞെടുക്കുക ദുലീപ് ട്രോഫി ടൂർണമെന്റിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാകുമെന്നതിനാൽ ഇഷാൻ കിഷൻ അവസാന ഘട്ടത്തിൽ ദുലീപ് ട്രോഫിയിൽ കളിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. കഴിഞ്ഞ മാസം ചെന്നൈയിൽ നടന്ന ബുച്ചി ബാബു ക്രിക്കറ്റിൽ ഇഷാൻ കിഷൻ ജാർഖണ്ഡിനായി കളിച്ചിരുന്നു. എന്നാൽ ജാർഖണ്ഡ് ആദ്യ റൗണ്ടിൽ പുറത്തായതിനാൽ 2 മത്സരങ്ങളിൽ മാത്രമേ ഇഷാനിന് കളിക്കാൻ കഴിഞ്ഞുള്ളൂ. മറ്റൊന്ന്, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്. 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് രാഹുൽ ദ്രാവിഡ് വീണ്ടും IPLൽ പരിശീലകനായി തിരിച്ചെത്താൻ പോകുന്നത്. അടുത്ത സീസണിലേക്കാണ് ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി കരാർ ഒപ്പിട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാഹുൽ ദ്രാവിഡിന്റെ സഹപരിശീലകനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോഡിനെ എത്തിക്കാനും രാജസ്ഥാൻ റോയൽസ് ശ്രമം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് മെഗാ താരലേലത്തിന് മുന്നോടിയായി നിലനിർത്തേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ രാഹുൽ ദ്രാവിഡ് അടുത്തിടെ ടീം മാനേജ്മെന്റുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും ESPN ക്രിക്കിൻഫോ അടക്കം റിപ്പോർട്ടിൽ പറയുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ മുൻ മെൻറ്ററും ഡയറക്ടറും കൂടിയായിരുന്നു രാഹുൽ ദ്രാവിഡ്. മുമ്പ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്ന രാഹുൽ ദ്രാവിഡ് 2013 ടീമിനെ ചാമ്പ്യൻസ് ലീഗ് 2020 ഫൈനലിലേക്ക് നയിച്ചിട്ടുമുണ്ട്. 2014-2015 സീസണുകളിലാണ് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ ഡയറക്ടറായും മെൻറ്ററുമായത്. ഈ കാലഘട്ടത്തിലാണ് സഞ്ജു സാംസൺ റോയൽസിലെ താരമായത്. 2015 ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോയ ദ്രാവിഡ് 2019 മുതൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനാവുന്നതുവരെ ആ പദവിയിൽ തുടർന്നു. രാജസ്ഥാൻ റോയൽസിന് വിലക്ക് വന്ന 2 വർഷം സഞ്ജു സാംസൺ ഡൽഹി ക്യാപിറ്റൽസിൽ കളിച്ചതും ഇതേ കാലഘട്ടത്തിലാണ്.